Searching for greatness. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു മസാല റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യൻ ക്യൂസിനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗരം മസാലയുടെ. ഇപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് നമുക്ക് മായം ചേർത്തിട്ടുള്ളവർക്ക് എന്തായാലും അവർ പ്രിസർവേറ്റീവ് ചേർത്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്തുണ്ടാക്കാം, ഗരം മസാല ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. കുറച്ച് സാധനങ്ങൾ എന്തായാലും നമുക്കതിന് വേണ്ട ഘടകങ്ങളാണ്. അതല്ലാണ്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഓപ്ഷനലാണ്. നമ്മുടെ അടുത്തുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഓക്കെ, ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ ഫെനൽ സീഡും ക്യുമിൻസീഡും കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കായ, അതെന്തായാലും വേണ്ട സാധനങ്ങളാണ്. പിന്നെ ബേ ലീവ്സും ജാതിപത്രിയാണ്. ഇതിൻ്റെ എത്രയാ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം കറുവാപ്പട്ടയും ഗ്രാമ്പും ഫെനൽ സീഡ്സ് ക്യുമിൻ സീഡ്സ് ഏലക്ക, ഇത് നമുക്ക് എന്തായാലും വേണ്ട സാധനങ്ങളാണ്. ബാക്കിയുള്ളത് ഓപ്ഷനലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് സിമ്മ് എന്നിട്ട് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഏതിലാണോ റോസ്റ്റ് ചെയ്യുന്നത് ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് സിമ്മിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ജാതിക്ക നട്ട്മെഗ് ഇല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ അപ്പാട് ഇടാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പൊടിക്കുന്ന കണ്ടിക്കില്ല, അതേപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ലാസ്റ്റാണ് ബേ ലീവ്സ് ഇടുന്നുള്ളൂ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ എന്തിടുന്നുള്ളൂ. ഒരു 5 മിനിറ്റ്സ് അത്രയേ വേണ്ടൂ. നല്ലോണം ഒന്ന് അതിൻ്റെ കളറ് നിങ്ങൾക്ക് മാറുന്നതാണ്. ആ ഒരു സമയത്ത് അധികം നമ്മൾ മൂക്കാന്ന് പറയും, അധികം മൂക്കാൻ പാടില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാവുന്ന ആ രീതിക്ക് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, വറുത്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം സിമ്മിലിട്ടിട്ടാണ് നമ്മൾ ഇത് ഒന്ന് ചൂടാക്കിയെടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് കളർ ചേഞ്ച് ആയില്ലേ, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയപ്പോൾ എന്ത് ചെയ്യുക, ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒന്ന് ചൂടായാൽ മതി, അത് പൊടിക്കാൻ വേണ്ടി മാത്രം. ആ ലീവ്സും കൂടെ പൊടിയണ്ട, ആ ഒരു പരുവത്തിൽ മാത്രം ആക്കിയെടുക്കുക. സിമ്മിലാണ് ഇടുന്നത്, നമ്മളൊരിക്കലും ഫുള്ളിൽ ഇടാൻ പാടില്ലേ. അപ്പോൾ സിമ്മിൽ തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം പിന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് മിക്സിയിൽ നമുക്ക് എന്ത് ചെയ്യുക, പൊടിച്ചെടുക്കുക. ഇതിൽ കംപ്ലീറ്റ് ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്കോ എന്ത് ചെയ്യണം. അല്ലാണ്ട് ഇതിലുള്ള ചൂടിൽ കിടന്നിട്ട് വീണ്ടും അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അത് അവിടുന്ന് കൂളായതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചെറിയൊരു ചൂടിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇത് കയ്യിൽ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്നില്ലേ, ആ ഒരു പരുവം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ഫൈനായിട്ടുള്ള പൗഡറാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 പോർഷൻസ് ആയിട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്ത് നല്ല ഫൈനായിട്ടുള്ള പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 2-3 മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാം. കൂടുതൽ ഉണ്ടാക്കി വെക്കാണ്ടിരിക്കുക, എന്ന് വെച്ചാൽ ഫ്ലേവർ നഷ്ടപ്പെടും കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നല്ലോണം നമുക്ക് ആവശ്യത്തിന് അധികം കാലം യൂസ് ചെയ്യുന്നേരം ആ ഒരു ഫ്ലേവേഴ്സ് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഒരു ചെറിയ അളവിലുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുമല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എനിക്ക് പറയണേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടിൽ ദെൻ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.